യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിറ്റുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ വചന ധ്യാനം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ആത്മീയ ദൈവരാജ്യത്തിലാകുമ്പോഴും അതേപോലെ തന്നെ ഈ ഭൂമിയിലെ നമ്മുടെ വാസത്തിന് ശേഷം സ്വർഗീയമായ ആ നിത്യരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു. ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതായ പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പ്രാപിക്കുന്നതായ പ്രതിഫലത്തെക്കുറിച്ചാണ്. അവിടെ ചെന്ന് പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നെങ്കിൽ, ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നമുക്ക് വളരെ എൻകറേജ് ചെയ്യപ്പെട്ടതായ, ധൈര്യപ്പെടുന്നതായ, ബലത്തോടുകൂടിയുള്ള, ശക്തിയോടുകൂടിയുള്ള ഒരു ജീവിതത്തിന് നിത്യതയിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ള ചിന്ത വളരെയധികം പ്രേരകമായി തീരും. അതുകൊണ്ടാണ് ദൈവവചനത്തിലൂടെ നമുക്ക് നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായ പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വർഗത്തിൽ ചെന്ന് പ്രാപിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരായിരിക്കണം എന്ന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആ പ്രത്യാശ, ആ സന്തോഷം, അതിൽ നിറഞ്ഞു നിന്ന് ജീവിക്കുവാനും ഈ ലോകത്തെ സ്നേഹിക്കാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും ഇത് നമ്മെ വളരെയധികം പ്രാപ്തരാക്കി മാറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നതായ സ്വർഗത്തിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന പ്രതിഫലം അത് വളരെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തുടർന്നുള്ള ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയതായ പ്രതിഫലം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിന്റെ കിരീടത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് നമ്മൾ നീതിയുടെ കിരീടം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനിടയായി തീർന്നു. തേജസ്സിന്റെ കിരീടം എന്ന് വിശുദ്ധ വേദോസ്തത്തിൽ പറയുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നതായ ഒരു കിരീടമാണ് തേജസ്സിന്റെ കിരീടം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, ഇന്ന് ഈ ഭൂമിയിൽ അല്പത്തിൽ വിശ്വസ്തരായ ആളുകളെ ദൈവം അധികത്തിൽ തൻ്റെ രാജ്യത്തിൽ ഉത്തരവാദിത്വമുള്ളവരാക്കി തീർക്കും എന്നുള്ള ചിന്തയാണ്. നമുക്ക് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ 2 ഉപമകളാണ് അത് സംബന്ധിച്ച് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ 2 ഉപമകളിൽ ഒരു ഉപമ ഞാൻ നിങ്ങളോട് കൂടുതൽ വ്യക്തതയോടുകൂടി സംസാരിച്ചിരുന്നു. അത് താലന്തുകളുടെ ഉപമയാണ്. മറ്റൊരു ഉപമ നമ്മൾ സംസാരിച്ചിട്ടില്ല, എന്നാൽ താലന്തുകളുടെ ഉപമയുടെ സാദൃശ്യമുള്ളതായ ഉപമയാണത്. അത് മിനാസിനെ കുറിച്ചുള്ള ഉപമ, അഥവാ വെള്ളി റാത്തലിനെ കുറിച്ചുള്ള ഉപമയാണ്. ഈ താലന്തുകളുടെ ഉപമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ 3 പേർക്ക് താലന്തുകളെ വീതിച്ചു. ഒരുവന് 5, ഒരുവന് 2, ഒരുവന് 1. എന്നാൽ 10 റാത്തൽ വെള്ളിക്കാശിന്റെ ഉപമ എന്ന് പറയുന്നത് 10 പേർക്കായി വീതിച്ചതായ ആ ധനത്തെക്കുറിച്ചുള്ള ഉപമയാണ്. ഈ 2 ഉപമകളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം, പ്രതിഫലം യജമാനൻ അവർക്ക് വിഭജിക്കുമ്പോൾ ഏതാണ്ട് ഒരേപോലെ തന്നെ വിഭജിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 2 കൂട്ട ആളുകളോടും, അല്ലെങ്കിൽ വെള്ളിക്കാശിന്റെ ഉപമയിലും താലന്തുകളുടെ ഉപമയിലും കിട്ടിയ പ്രതിഫലം ഏതാണ്ട് ഒന്നു തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിൽ ഏത് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും, അത് ഒരു താലന്ത് വ്യാപാരം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ഒരു റാത്തൽ വെള്ളിക്കാശ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, പ്രവചനം പറയുന്ന വ്യക്തിയാണെങ്കിലും, പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്ന ആളാണെങ്കിലും, ലഘുലേഖകൾ കൊടുക്കുന്ന ആളാണെങ്കിലും, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഇവർക്കെല്ലാം ദൈവം കൊടുക്കുന്ന പ്രതിഫലത്തിന് യാതൊരു വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേപോലെ തന്നെ ദൈവം കൊടുക്കുന്നു. അതിന്റെ അർത്ഥം വളരെ വലുതാണ്. ഞാൻ ആ വേദഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് ബോധ്യമായൊരു കാര്യമുണ്ട്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. എല്ലാവർക്കും ഒരേപോലെ ദൈവം കൊടുക്കുന്നു. അതേപോലെ മറ്റൊരു ഉപമയിൽ നമ്മൾ കണ്ടു, പല സമയങ്ങളിലായി വന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രതിഫലം കൊടുത്തു എന്നുള്ളത്. അത് സൂചിപ്പിക്കുന്നത് ദൈവം എത്രത്തോളം നീതിയുള്ള ന്യായാധിപൻ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ 2 ഉപമയിലും യജമാനൻ താലന്തുകളെ കൊടുത്തു, അതേപോലെ തന്നെ വെള്ളിക്കാശുകളെ കൊടുത്തു. അവരിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏൽപ്പിച്ച പണം
അല്ലായിരുന്നു പ്രധാനപ്പെട്ടത്. മറിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള അവാർഡാണ്, എന്നുള്ളതായ ഒരു അപ്രീസിയേഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യജമാനൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ നല്ലവരായിരിക്കണം, അതേപോലെ തന്നെ അവർ വിശ്വസ്തരായിരിക്കണം. എന്നാൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? താലന്തുകളുടെ ഉപമയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർക്ക് കൊടുത്ത പ്രതിഫലം എന്ന് പറയുന്നത് അവരെ വിളിച്ച ആ വിളിപ്പേര് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എന്നാൽ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം അവർക്ക് കൊടുത്തു. 5 താലന്ത് ലഭിച്ച് വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്ത മനുഷ്യന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുവെന്നും, അതേപോലെ 2 താലന്ത് കൈകാര്യം ചെയ്ത് ബിസിനസ് ചെയ്ത് വിശ്വസ്തനായ മനുഷ്യന് കർത്താവ് കൂടുതൽ ഏൽപ്പിച്ചു എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളി റാത്തലിന്റെ ഉപമയിലും കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവർക്ക് ഓരോ നഗരങ്ങളെയാണ് കൊടുത്തത്. 10 നേടിയവന് 10 നഗരങ്ങളുടെ ഉത്തരവാദിത്വം കൊടുത്തു, 5 നേടിയവന് 5 നഗരങ്ങളുടെ ഉത്തരവാദിത്വം കൊടുത്തു. അത് എവിടെയാണ് ലഭിക്കുന്നത്? തൻ്റെ രാജ്യത്തിൽ കടന്നു വരുമ്പോൾ, അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ ആ യജമാനൻ ഈ ശുശ്രൂഷകൾ ചെയ്ത അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്ത ആളുകൾക്ക് തൻ്റെ രാജ്യത്തിലുള്ള 10 നഗരങ്ങൾക്കും അതേപോലെ തന്നെ 5 നഗരങ്ങൾക്കും ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റി. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതിനർത്ഥം കർത്താവ് യേശുക്രിസ്തു രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ, അഥവാ ഈ ലോകത്തെ നീതിയോടും ന്യായത്തോടും കൂടെ ഭരണം നടത്തുവാൻ കർത്താവ് യേശുക്രിസ്തു രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തൻ്റെ രാജ്യത്തിൽ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സൂചനയാണ്. ഇനി ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അങ്ങനെ ഞാൻ ഏതെങ്കിലും നഗരത്തിൻ്റെ അധിപനായിട്ട് അവിടെ മാറിയാൽ, ഏതെങ്കിലും രാജ്യങ്ങളുടെ അധിപനായി ദൈവം എന്നെ മാറ്റി തീർത്താൽ എനിക്ക് എന്താണ് പ്രയോജനമുണ്ടാവുക? അതും ഒരു ആത്മീയമായ മണ്ഡലമാണല്ലോ. നമുക്കറിയാം ഇന്ന് എന്തുകൊണ്ടാണ് ആളുകൾ ഭരണ നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്? അതിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനവും പ്രശസ്തിയും അധികാരവും ഒക്കെയാണ് ആളുകളെ ഭരണാധികാരികളാക്കുവാൻ അവിടെ പ്രേരിപ്പിക്കുന്നത്. അത് നമ്മളുടെ പൊളിറ്റിക്സിൽ മാത്രമല്ല, ആത്മീയ രംഗത്ത് പോലും സംഘടനകളിൽ, സഭാ സംഘടനകളുടെ തലപ്പത്ത് വരുവാൻ ആളുകൾ കൊതിക്കുന്നത് ശുശ്രൂഷ ചെയ്യാനല്ല, സർവീസ് ചെയ്യാനല്ല, മറിച്ച് അവർ ആഗ്രഹിക്കുന്നത് അത് നിമിത്തം അവർക്ക് ലഭിക്കുന്ന അധികാരവും പദവികളും അതേപോലെ മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കുന്നതൊക്കെ ഒരു വലിയ മെച്ചമായി കണ്ടുകൊണ്ട്, ഒരു വലിയ ശ്രേഷ്ഠതയെ കണ്ടുകൊണ്ടാണ് അവർ ഇപ്രകാരമുള്ള സ്ഥാനമാനങ്ങളിലേക്ക് മത്സരിക്കുന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ ഈ തലപ്പത്ത് വരുന്ന ആളുകൾക്ക് സർവീസ് ചെയ്യാനുള്ള, സേവനം ചെയ്യാനുള്ള മനസ്സ് അവർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ. എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. ദൈവരാജ്യത്തിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ദാസ്യ ശുശ്രൂഷയാണ് എന്ന് കർത്താവ് യേശുക്രിസ്തു തൻ്റെ പ്രവൃത്തികളിലൂടെ തന്നെ ഉദാഹരണമായിട്ട് അവരെ കാണിച്ചു. ഇതേ ആളുകൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും കർത്താവിന് അവർ ദാസന്മാരായി തീർന്നുകൊണ്ട്, കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരായി തീർന്നുകൊണ്ട് അവർ നഗരങ്ങൾക്ക് അധിപന്മാരായി തീരും, രാജ്യങ്ങൾക്ക് അവർ അധിപന്മാരായി തീരുമെന്നുള്ള ആത്മീയമായ വലിയൊരു വാഗ്ദത്തം നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, നമ്മൾ ഇവിടെ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അവിടെ നമ്മളെ അധികത്തിൽ വിചാരകനാക്കി മാറ്റും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മൾ ബഹുമാനവും അധികാരവും ഒക്കെ ആഗ്രഹിച്ച് ഒരു രാജ്യത്തിൻ്റെതായ ഉത്തരവാദിത്വങ്ങളോ അല്ല ഒരു സഭാ സംഘടനയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിച്ച് ഇവിടെ തന്നെ മാനവും മഹത്വവും അധികാരവും ഒക്കെ നമ്മൾ അനുഭവിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്കത് കാണുകയില്ല എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുതാണ്. പക്ഷേ നമ്മൾ അതേ സമയം തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ ദാസ്യ മനോഭാവത്തോടെ മറ്റുള്ളവരെ കർത്താവിൻ്റെ സ്ഥാനത്ത് അവരെ സെർവ് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടെ ആണെങ്കിൽ അവിടെ നമുക്ക് പ്രതിഫലം ലഭിക്കും. എനിക്ക് തോന്നുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് വളരെ വ്യക്തമായി പറയുന്നത്, മുമ്പന്മാർ പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരായി തീരും എന്നുള്ളത്. ഇന്ന് ലോകത്തിൽ മുമ്പന്മാരായ ആളുകൾ അവർ സ്വർഗരാജ്യത്തിൽ വരുമ്പോൾ അവർ ഏറ്റവും പിമ്പന്മാരും, ഇവിടെ സമൂഹം ആദരിക്കാത്ത, അധികാരമില്ലാത്തവരായ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായ ആളുകൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവരെ മാനിച്ച് അവർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുവാനിടയായിത്തീരും. ഇതാണ് നമുക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്.
ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ നേടുന്ന പണമോ, നമ്മൾ നേടുന്നതായ ആത്മാക്കളോ, നമ്മൾ നേടുന്നതായ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളോ അല്ല. മറിച്ച് ദൈവം ഏൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ ഇവിടെ വിശ്വസ്തരാണെങ്കിൽ അവിടെ നമ്മെ അധികത്തിന് വിചാരകനാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, അതേപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ അത് കൂടുതൽ മഹത്വത്തിനും പ്രശംസയ്ക്കും കാരണമായി തീരും. അതിനുവേണ്ടിയുള്ള സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഞങ്ങൾ നല്ലവരും വിശ്വസ്തരുമാണെങ്കിൽ അധികത്തിന് ഞങ്ങളെ ഉത്തരവാദിത്വം ഉള്ളവരാക്കി തീർക്കുന്ന, ഞങ്ങളെ മാനിക്കുന്ന, ഞങ്ങളെ ഉയർത്തുന്നതായ ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വളരെ സേവന മനോഭാവത്തോടെ, ദാസ്യ മനോഭാവത്തോടെ കർത്താവിന് വേല ചെയ്യുവാൻ യജമാനൻ ഞങ്ങളെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തരും നല്ലവരുമായിരിക്കാൻ ഞങ്ങൾ ഏവരും സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണെന്ന കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.